പരമഗുരവേ നമഃ. ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രിതാനാം ശുദ്ധിഹേതവേ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. നൂറ്റിയെട്ട് മന്ത്രങ്ങളിൽ നമ്മൾ 88ാമത്തെ മന്ത്രത്തിലേക്കാണ് നമ്മളിന്ന് പ്രവേശിക്കുന്നത്. ഇന്നലെ നമ്മുടെ ഈ ഒരു സത്സംഗത്തിൻ്റെ ഗുരുധർമ്മ പ്രചരണത്തിൻ്റെ വലിയൊരു ടേണിംഗ് പോയിന്റിലായിരുന്നു. 200 മഹത്തായ ദിനങ്ങൾ നമ്മളിങ്ങനെ കടന്നുപോയി. ഒരുപക്ഷെ നമ്മൾക്ക് കൂടുതൽ സത്തുമായി ചൈതന്യവുമായി ചേർന്നിരിക്കാനായിട്ട് പ്രകൃതി ഒരുക്കിയ പരമകാരുണികനായ ഗുരു ഒരുക്കിയ ഒരവസരം. ഒരിക്കലൊരു മഹാത്മാവ് പറഞ്ഞ പോലെ നമ്മളുടെ ഗൃഹത്തിൻ്റെ വാതിലുകളും ജനലുകളും ഒക്കെ നമ്മൾ തുറന്നിട്ട് ഇരിക്കുമ്പോൾ മന്ദമാരുതൻ അതിലൂടെ കടന്നു പോകാം. മന്ദമാരുതന് വല്ലാത്ത ഒരു അനുഭൂതി നൽകുവാനായിട്ട് സാധിക്കും. അത് ശക്തമായിട്ടുള്ള മാരുതനല്ല, അതുകൊണ്ടാണ് മന്ദമാരുതൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെയും നമ്മളുടെ ഈ ഹൃദയം അതുപോലെ നമ്മൾ തുറന്ന് ഇട്ടാൽ മാത്രമേ ആ അനുഗ്രഹ വർഷം ആകുന്ന മന്ദമാരുതൻ അകത്തേക്ക് പ്രവേശിക്കുകയുള്ളൂ. വല്ലാത്ത പ്രതിസന്ധിയിലൂടെ മാനസിക സംഘർഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഈ വാതിലുകൾ, ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്നിടുക എന്ന് പറയുമ്പോൾ നമ്മളുടെ മുൻവിധികളും നമ്മളുടെ വിശ്വാസങ്ങളും ഇതുവരെ നമ്മൾ ആർജിച്ച അറിവുകളും അതിനെയെല്ലാം പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് മുൻവിധികളെ ഒക്കെ നമ്മൾ മാറ്റി നിർത്തുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ, പലപ്പോഴും നമ്മളൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മളുടെ മുൻവിധി അനുസരിച്ചാണ് അതിനെ നമ്മൾ ഗ്രഹിക്കുന്നത്. ഇന്നലെ നമ്മൾ ശ്രവണ മനന നിധിധ്യാസനത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. അപ്പം നമ്മളിൽ പലർക്കും ആ ഒരു ശ്രവണം നടക്കാത്തതിൻ്റെ കാരണം ഈ മുൻവിധിയാണ്. അപ്പം എനിക്ക് ധാരാളം പേരെ അങ്ങനെ അറിയാം. കാരണം അവരൊക്കെ ഈ കൃതികളൊക്കെ ആദ്യം കാണാതെ പഠിച്ചവരും അതിനെക്കുറിച്ചുള്ള ഒരുപാട് പ്രഭാഷണങ്ങളൊക്കെ കേട്ടിട്ടുള്ളവരൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ മുൻപ് അവരെ പഠിപ്പിച്ച അധ്യാപകർ അല്ലെങ്കിൽ ആചാര്യന്മാർ അതിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനിതിങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്, എനിക്ക് പ്രത്യേകിച്ച് ഇനി പഠിക്കാനൊന്നുമില്ല എന്ന് പറയുന്ന
അല്ലെങ്കിൽ ഒരു പുച്ഛമായിട്ടുള്ള ഭാവത്തോടു കൂടി അതിനെ കേൾക്കുന്ന ആളുകളാണ് ഭൂരിഭാഗവും. അവരിൽ സംഭവിച്ചിരിക്കുന്ന പ്രശ്നം എന്തെന്ന് വെച്ചാൽ, അവരവരുടെ ഹൃദയത്തെ, മനസ്സിനെ മുൻവിധികൾ കൊണ്ട് മൂടിക്കളഞ്ഞു. അവരുടെ വാതിൽ അവരടച്ചു, അവരെ തുറക്കുന്നില്ല. അഥവാ തുറന്നാലും ഈ മുൻവിധി ശക്തമായി കിടക്കുന്നത് കൊണ്ട് മന്ദമാരുതിന് അതിലേക്ക് പ്രവേശനമൊട്ടില്ലാതാൻ. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ പറയുന്ന ആളെ വച്ച് വിലയിരുത്തി അയാൾക്ക് ഇതിനെക്കുറിച്ച് അത്ര വലിയ ഗ്രാഹ്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അതിനെ വിലയിരുത്തും. ഇവിടെയൊക്കെ സംഭവിക്കുന്നത്, നമ്മൾക്കെല്ലാവർക്കും സംഭവിക്കുന്ന ഒരു പ്രധാന വിഷയം അതാണ്. അപ്പോൾ നമ്മളുടെ ഹൃദയത്തെ ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ നമ്മൾക്ക് തുറന്ന് വെക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെ ഒരു തലത്തിലേക്ക് നമ്മൾക്ക് ഉയരാൻ പറ്റണം. അതില്ല എങ്കിൽ ഇന്ന് നമ്മൾ നമ്മുടെ ചുറ്റുപാടും കാണുന്ന പോലെ തന്നെ എത്രയോ ആയിരക്കണക്കിന് പ്രഭാഷണങ്ങളാണ് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഓൺലൈനിൽ നടക്കുന്നുണ്ട്. വാട്സാപ്പിലും യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ എത്രയോ ആയിരക്കണക്കിന് പ്രഭാഷണങ്ങളാണ് ആധ്യാത്മിക ലോകത്ത് നടക്കുന്നത്. ഹൈന്ദവരുടേതും അതുപോലെ ക്രൈസ്തവരുടേതും മുസ്ലിങ്ങളുടെയും അതുപോലെ എത്രയെത്രയും മതവിഭാഗങ്ങളാണോ ആധ്യാത്മികതയുടെ പേരിൽ ഇവിടെ ഉള്ളത്, ഇതൊക്കെ നടക്കുന്നുണ്ട്. ഗുരുവിൻ്റെ കൃതികൾ, ഗുരുവിൻ്റെ ജീവചരിത്രം, ഭഗവത്ഗീത, ഉപനിഷത്ത്, രാമായണം, അങ്ങനെ ഏതെല്ലാം വിഷയങ്ങളിലാണ് നടക്കുന്നത്. അതുപോലെ ദിവസവും എത്രയോ ലക്ഷക്കണക്കിന് പേരാണ് ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നത്, തീർത്ഥസ്ഥലങ്ങളിൽ പോകുന്നത്, അതുപോലെ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോഴും അതിൻ്റെ ആകെത്തുക നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ യാതൊരു മാറ്റവും അടിസ്ഥാനപരമായി ഒരു മനുഷ്യന്, ഒരു വ്യക്തിക്ക് സാധിക്കുന്നില്ല. അവൻ്റെ ദുഃഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദുഃഖത്തിന് ആത്യന്തികമായിട്ടുള്ള പരിഹാരമാണ് പരബ്രഹ്മ സ്വരൂപനായ ശ്രീനാരായണ ഗുരു തൃപ്പാദങ്ങൾ നമ്മളോട് അരുളി ചെയ്യുന്നത്. അതിനെ നമ്മൾ മനസ്സിലാക്കുക. ഗുരു അടുത്ത മന്ത്രത്തിൽ അതാണ് ഇവിടെ നമ്മൾ അർച്ചന ചെയ്യുമ്പോൾ, ഗുരുവിനെ നമ്മൾ അർച്ചന ചെയ്യുമ്പോൾ പറയുന്നതാണ്. എന്താണ്? ഓം അഖണ്ഡ വസ്തുജ്ഞായ നമഃ. അഖണ്ഡ വസ്തുവിനെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള അറിവുള്ളവനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. അഖണ്ഡമായിട്ടുള്ള കുഞ്ഞി കുഞ്ഞി കഷ്ണങ്ങളല്ല, ആ കഷ്ണങ്ങൾ അല്ലാതെ പൂർണ്ണമായിട്ട് ഉള്ള വസ്തുവിനെക്കുറിച്ചുള്ള അറിവ്. ഇപ്പം നമ്മളിപ്പോൾ സൂചിപ്പിച്ച പോലെയാണ്, നമ്മുടെ ദുഃഖത്തിന് ആത്യന്തികമായിട്ടുള്ള ഒരു പരിഹാരമെന്ന് പറയുന്നത് ഈ അഖണ്ഡമായിട്ടുള്ള വസ്തുവിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടാകണം. അത് ഒരു പുസ്തക ജ്ഞാനം ആയിരിക്കാൻ പാടില്ല. പുസ്തകത്തിൽ നിന്ന് അങ്ങനെ അറിവ് കിട്ടി ജ്ഞാനികളായി, സുഖ സ്വരൂപന്മാരായി, ജീവൻ മുക്തന്മാരായി മാറിയിട്ടുള്ള ആരെയും നമുക്കറിയില്ല. പുസ്തകജ്ഞാനം അവർക്കുണ്ടാകാം. അവർ വേണമെങ്കിൽ ഓരോരോ സ്ഥലത്ത് നിന്ന് പലതും ഇങ്ങനെ കോട്ട് ചെയ്ത് പറയും, നമ്മളെ തോൽപ്പിക്കാം. വലിയ വലിയ സംസ്കൃത പണ്ഡിതന്മാർ, ഇംഗ്ലീഷ് സാഹിത്യത്തിൽ പാണ്ഡിത്യമുള്ളവർ, മലയാള സാഹിത്യത്തിൽ പാണ്ഡിത്യമുള്ളവർ, അതുപോലെ ഓരോരോ ഭാഷയിലും പാണ്ഡിത്യമുള്ള
ഓരോരോ വിഷയങ്ങളിൽ പാണ്ഡിത്യമുള്ള സ്കോളേഴ്സ് നമുക്കിവിടെ ഉണ്ട്. അതിന് മഹർഷിമാർ പറഞ്ഞിരിക്കുന്നത് ഈ പാണ്ഡിത്യം എന്ന് പറയുന്നത് അത് മുക്തിക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് ഭുക്തിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഭുക്തിയും മുക്തിയുമുണ്ട്. ഈ കേവലം പുസ്തകജ്ഞാനം, പാണ്ഡിത്യം എന്ന് പറയുന്നത് മുക്തിക്കല്ല, മറിച്ച് ഭുക്തിക്കാണ്. നമുക്കിവിടെ വലിയ പേരും പെരുമയും ഒക്കെ കിട്ടും. പക്ഷെ അവന് ആത്യന്തികമായിട്ടുള്ള മുക്തി, ദുഃഖനിവൃത്തി ഉണ്ടാകുന്നില്ല. മുക്തി എന്ന് പറയുന്നത് ഈ ലോകത്തു നിന്ന് ഉള്ള ഒരു മുക്തി എന്നല്ല, മറിച്ച് ഈ അജ്ഞാനത്തിൽ നിന്ന്, അറിവില്ലായ്മയിൽ നിന്ന് ഉള്ള മോചനമാണ്. ആ മോചനം ലഭിക്കാതെ പോകുന്നു. അത് നമുക്കൊരു തീരാ നഷ്ടമാണ്. തീർച്ചയായും അങ്ങനെ നമ്മളും അതിലൊരു വ്യക്തിയായി മാറിപ്പോകാതിരിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഗുരുകാരുണ്യം നമുക്കുണ്ടാകണം. നമ്മൾ ഈ മുക്ത പുരുഷന്മാരുടെ ശ്രേണിയിലേക്ക് നമ്മൾക്ക് പതിയെ പതിയെ അടുക്കാൻ പറ്റണം. അതിൽ ഒരാളായി നമുക്ക് മാറാൻ പറ്റണം. അല്ലാതെ ഭുക്തിയിലേക്ക് വീണ്ടും വീണ്ടും നമ്മൾ കൂപ്പുകുത്തി നമ്മുടെ പവിത്രമായ ഏറ്റവും അപൂർവമായ ഈ മനുഷ്യജന്മം കളഞ്ഞു കുളിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. അപ്പോൾ അങ്ങനെ ഒരു ഉള്ളിൽ ഒരു തീവ്രമായിട്ടുള്ള വിരക്തി, വൈരാഗ്യം നമുക്കുണ്ടാകണമെങ്കിൽ ഈ കേൾക്കുന്ന കാര്യങ്ങൾ, ഗുരു പറഞ്ഞ കാര്യങ്ങൾ, അതിന് നമ്മുടെ യുക്തിയുക്തം, നമ്മളുടെ അനുഭവവും നമ്മളുടെ യുക്തിയും ഈ അറിവും എല്ലാം വെച്ച് നമ്മൾ അതിനെ ഒന്ന് വിശകലനം ചെയ്യണം, മനനം ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഈ അഖണ്ഡമായിട്ടുള്ള വസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനമുണ്ടാകുന്നത്. പരമഗുരു ആ രീതിയിൽ അഖണ്ഡമായിട്ടുള്ള വസ്തുവിനെക്കുറിച്ച് വളരെ വ്യക്തമായി, യാതൊരു സംശയത്തിനും ഇടവരാത്ത രീതിയിൽ നമ്മളോട് സംവദിച്ചിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ട്യൂണിങ്, ഗുരുവുമായിട്ടുള്ള ട്യൂണിങ് ശരിയായ രീതിയിൽ ആയില്ല എന്ന് മാത്രമാണ് നമ്മുടെ പ്രധാന പ്രശ്നം. അതുകൊണ്ട് ആ ഒരു ട്യൂണിങ്ങിലേക്കാണ് നമ്മുടെ ജപവും ധ്യാനവും മനനവുമൊക്കെ നമ്മൾ ക്രമപ്പെടുത്തേണ്ടത്. ഇപ്പം ജപത്തിലൂടെ നിരന്തരമായിട്ടുള്ള ഇപ്പം നമ്മളീ പഠിക്കുന്ന മന്ത്രങ്ങൾ തന്നെ, അതിൽ നമ്മൾ സാധനാപരമായിട്ട് അല്ലെങ്കിൽ മന്ത്രോപദേശമൊക്കെ നമുക്ക് കിട്ടുമ്പോൾ, ദീക്ഷയൊക്കെ നമുക്ക് കിട്ടുമ്പോൾ, ഇപ്പോൾ ഗുരുവിൻ്റെ മൂലമന്ത്രമാണ് വേണ്ടതെങ്കിൽ അത് നിങ്ങൾ ആരിൽ നിന്നാണോ അത് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം അത് നിങ്ങളിലേക്ക് പകർന്നു തരും. അതല്ല ഇഷ്ടദേവതയുടെ മന്ത്രമാണെങ്കിൽ ആ മന്ത്രം, അതല്ല ഗായത്രി മന്ത്രമാണ്, സരസ്വതി, പല മന്ത്രങ്ങളുണ്ട്. ഇത് നിരന്തരമായിട്ട് ഒരു സമയത്തും ആലസ്യമില്ലാതെ നമുക്ക് ജപിച്ചുകൊണ്ടേയിരിക്കാൻ പറ്റണം. അങ്ങനെ ജപം അതിൻ്റെ അർത്ഥഭാവത്തോടുകൂടി, അർത്ഥത്തെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ജപിക്കുമ്പോഴാണ് നമ്മളിൽ നിന്ന് ഈ ആവശ്യമില്ലാത്ത മാലിന്യങ്ങളൊക്കെ അത് പതിയെ 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 കഴുകി മനസ്സിനെ ശുദ്ധമാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ഒരു ധ്യാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കും. അത് ഇന്ന സമയത്തെന്നല്ല, സാധാരണ നമ്മളൊരു സമയം രാവിലെയും വൈകുന്നേരവും ഒരു ധ്യാനിക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം നമ്മൾ കണ്ടെത്തുന്നു. മനസ്സിൻ്റെ നൈർമല്യം കൂടിക്കൂടി വരുമ്പോൾ നമ്മൾ കൂടുതൽ അന്തർമുഖന്മാരായിട്ട് മാറും. അപ്പോൾ നമ്മൾ ധ്യാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് അറിയാതെ പ്രവേശിക്കും.
നമ്മളിവിടെ വരുമ്പോൾ ബോധാനന്ദ സ്വാമിയുടെ സമാധി മന്ദിരത്തിൽ നോക്കുമ്പോൾ ബോധാനന്ദ സ്വാമി ഇരിക്കുന്ന അവിടെ വച്ചിരിക്കുന്ന ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ കാണുമ്പോൾ ബോധാനന്ദ സ്വാമിയുടെ ദൃഷ്ടി പകുതി മാത്രമാണ് ഈ ലോകത്തേക്ക് തുറന്നിരിക്കുന്നത്, പകുതി അന്തർമുഖമായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഇതെന്താ നേരെ നോക്കാത്തൊരു പടമാണല്ലോ, ഇതെന്താ അത് നേരെയുള്ള പടമില്ലായിരുന്നോ എന്ന് ആധ്യാത്മികമായിട്ട് മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾ ചോദിച്ചതാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് പറയുകയായിരുന്നു, അത് മനസ്സിലാകണമെങ്കിൽ നിർമ്മലമായ ആധ്യാത്മികതയുടെ ആ ഉന്നതമായിട്ടുള്ള തലങ്ങളിൽ വിഹരിച്ചവർക്ക് മാത്രമേ സാധിക്കൂ. കേവലം ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ മനസ്സ് വ്യാപരിച്ചു നിൽക്കുന്നവർക്ക് അത് മനസ്സിലാകില്ല. അന്തർമുഖത എന്ന് പറയുന്നത് സന്യാസിക്കായാലും ഗൃഹസ്ഥനായാലും അത് സ്വാഭാവികമായി സംഭവിക്കേണ്ടതാണ്. അത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നല്ല. നമുക്ക് അതങ്ങനെ സംഭവിക്കും. നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനൊരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഭാവത്തിലാണ്, സത്യസന്ധമായിട്ടാണ് നമ്മുടെ പ്രാർത്ഥനയും ജപവും ധ്യാനവുമെങ്കിൽ അത് അങ്ങനെ സംഭവിക്കും. ഒരുപക്ഷെ അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആധ്യാത്മികതയുടെ തലങ്ങളിലേക്കൊക്കെ നമ്മളിങ്ങനെ ആഴത്തിൽ പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരൊക്കെ ചിലപ്പോൾ നമ്മളെ സംശയത്തോടു കൂടി നമ്മളെ നോക്കും, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ പിണങ്ങും. കാരണം നമ്മൾ വേറൊരു മൂഡിലാണ് ഇരിക്കുന്നതെങ്കിൽ അവരെ നമ്മൾ വരുന്ന ആളുകളെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് തോന്നിപ്പോകും. പക്ഷെ അങ്ങനെയല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട അതിന് നമുക്കൊരു കോമൺ സെൻസ് ആവശ്യമാണ്. അതുകൊണ്ട് ധ്യാനിച്ചിരിക്കുന്നവരുടെ കാലയിൽ പോയി ഒന്നും നമ്മൾ പെട്ടെന്ന് പോയി നമസ്കരിക്കുകയൊന്നും ചെയ്യരുത്. കാരണം അത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. ചിലരങ്ങനെയാണ്. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ധ്യാനിച്ചിരിക്കുമ്പോഴോ ഒക്കെ വന്നിട്ട് അവരുടെ ആ ഒരു ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ വന്ന് കാലിൽ തൊട്ടുകളയും. അത് ഒരു ആ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് അതൊക്കെ നോക്കിയും കണ്ടുമൊക്കെ വേണം നമ്മൾ അവരെ നമസ്കരിക്കാനോ ഒക്കെ. അപ്പം എന്തായാലും ആധ്യാത്മികമായിട്ട് പോകുന്നവർ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാലത്തിൻ്റെ അതിപ്രസരത്താൽ ഒരുപാട് മൂല്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് തിരിച്ച് കൊണ്ടുവരണമെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും സന്ദർഭം വന്നതുകൊണ്ട് അത് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ശ്രീനാരായണ ഗുരുദേവൻ്റെ തപസ്സിൽ നിന്നും ആർജിച്ച ആ ഒരു ശക്തി മറ്റുള്ളവരിലേക്ക് പ്രവഹിപ്പിക്കുമ്പോൾ അത് സ്വീകരിക്കുവാനുള്ള ആ ഒരു ഹൃദയം നമ്മൾ ആ രീതിയിൽ തുറന്നു വെക്കാതിരിക്കുമ്പോൾ അതിൻ്റെ കാരണമായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. അപ്പം നമ്മൾ 100% ഗുരുവിൽ ആ രീതിയിലുള്ള ഒരു ആത്മസമർപ്പണം നമുക്ക് നടത്താൻ പറ്റാത്തത് ഗുരുവിനെ നമുക്ക് ആ രീതിയിൽ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഗുരുവിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള ഭാവം നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് അതൊക്കെ നമുക്ക് സൂചിപ്പിക്കുവാനായിട്ട് പറ്റുന്നത്. അല്ലാതെ ആരും അതിനെക്കുറിച്ച് ചോദിക്കാറില്ല. ഇപ്പോൾ ഇവിടെ ശിവഗിരിയിൽ വരുമ്പോഴായാലും സ്വാമിമാരെ കാണുമ്പോഴായാലും അങ്ങനെയുള്ള ഒരു ചോദ്യങ്ങളൊക്കെ ഒരു 1% പോലും ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ചോദിക്കാത്തതിൻ്റെ കാരണവും അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളൊക്കെ വരുമ്പോൾ ചോദിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അവനവൻ്റെ സാധനയുടെ പുരോഗതി, സാധന ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങൾ, അപ്പോൾ ആധ്യാത്മികമായിട്ടുള്ള സംശയങ്ങൾ ആദ്യം ചോദിച്ച് മനസ്സിലാക്കുക, അതിനുശേഷം മറ്റുള്ള കാര്യങ്ങൾ. അപ്പം അങ്ങനെ
ആധ്യാത്മികതയ്ക്ക് കുറച്ച് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഗുണം. ഇപ്പം നിങ്ങൾക്ക് ആ ഗുണം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ സമൂഹത്തിനും അങ്ങനെ കൂടുതൽ കൂടുതൽ പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തന്നെയല്ല, അതൊരു വലിയ ഒരു മാറ്റത്തിന്, ഒരു സോദര ബുദ്ധി നമുക്ക് ഉണ്ടാക്കുവാനും സാധിക്കും. അപ്പോൾ അങ്ങനെ അഖണ്ഡമായിട്ടുള്ള ആ വസ്തുവിനെക്കുറിച്ചുള്ള പരിപൂർണമായിട്ടുള്ള ബോധം നമ്മളിൽ അങ്കുരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അഹങ്കാരം അതോടുകൂടി ഇല്ലാതാകുകയാണ്. നമ്മളിൽ അഹങ്കാരം കൂടിക്കൂടി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എത്ര വലിയ ആധ്യാത്മികത പറയുന്നവനാണെങ്കിലും അത് അവരുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഗൃഹസ്ഥന്മാരായാലും ശരി, സന്യാസിമാരായാലും ശരി, ബ്രഹ്മചാരികളായാലും ശരി, ആരായാലും ഈ വിദ്യ നമ്മളിൽ വിനയത്തെയാണ് ഉണ്ടാക്കുന്നത്. വിദ്യ ദദാതി വിനയം. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഈ അഖണ്ഡമായിട്ടുള്ള വസ്തുവിനെക്കുറിച്ചുള്ള വിദ്യ അത് നമ്മളെ വീണ്ടും വിനയാന്വിതരാക്കും. അങ്ങനെ ആക്കണം. അങ്ങനെ ആയില്ലെങ്കിൽ അത് നമ്മുടെ ഒരു തീരാനഷ്ടമായിട്ട് വീണ്ടും ജന്മങ്ങൾ പാഴായി പോകും എന്നുകൂടി ഓർത്തിരിക്കുക. പിന്നെയോ, ഓം സർവോത്തമ സുഖായ നമഃ. ഓം സർവോത്തമ സുഖായ നമഃ. അപ്പോൾ ഇവിടെ എല്ലാത്തിലും ഉത്തമമായിട്ടുള്ള, സർവോത്തമമായിട്ടുള്ളത് എന്താണ്? ആത്മാവ് മാത്രമാണ്, പരമ്പൊരുൾ മാത്രമാണ്. അതിൽ ആണ് എന്തുണ്ടാകുന്നത്? സുഖം ഉണ്ടാകുന്നത്. അപ്പോൾ ബ്രഹ്മത്തിൻ്റെ ശരിക്കുമുള്ള അതിൻ്റെ ഗുണം, ആ ബ്രഹ്മത്തെ നമ്മൾ എന്തിനാണ് സാക്ഷാത്കരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്വരൂപമെന്ന് പറയുന്നത് സുഖമാണ്. സുഖത്തെയാണ് നമ്മൾ തേടുന്നത്. അപ്പോൾ എല്ലാവർക്കും സുഖം നൽകാൻ കെൽപ്പുള്ളത് ഈ പരമ്പൊരുളിന് മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഉള്ള പരബ്രഹ്മ സ്വരൂപനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. സർവോത്തമ എല്ലാത്തിലും ഉത്തമമായിട്ടുള്ള സുഖസ്വരൂപനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. ഇപ്പോൾ ഗുരുവിൻ്റെ സ്വരൂപം യാതൊരു സംശയത്തിനും ഇടവരാത്ത രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ത്? സുഖസ്വരൂപനാണ് ഗുരു. സർവോത്തമ സുഖസ്വരൂപനാണ് എല്ലാത്തിലും. നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഉത്തമമായിട്ടുള്ള, അപ്പോൾ അലൗകികമായിട്ടുള്ള ഒരു സുഖം എന്ന് പറയുന്നത് ഈ പരബ്രഹ്മത്തിൻ്റെയാണ്. നമ്മൾ ഓരോരുത്തരും അന്വേഷിച്ച് തേടി കണ്ടെത്താൻ ശ്രമിക്കുന്നതും ഈ സുഖത്തെയാണ്. പക്ഷെ കാലദേശങ്ങളുടെ ഉള്ളിൽ ആണ് നമ്മുടെ ഭൂരിഭാഗം ആളുകളുടെയും സുഖാന്വേഷണം. ഈ കാലദേശങ്ങളിൽ നമുക്ക് എത്രമാത്രം സുഖം അനുഭവിക്കാം, അത് നമ്മൾ പലപ്പോഴും നൈമിഷികമായിട്ടുള്ള സുഖങ്ങളുടെ പുറകെയാണ് പോകുന്നത്. അങ്ങനെ നൈമിഷികമായിട്ടുള്ള സുഖ സ്വരൂപമല്ല ഇത്, മറിച്ച് അത് ആത്യന്തികമായിട്ടുള്ള, ശാശ്വതമായിട്ടുള്ള, ഒരിക്കലും നഷ്ടപ്പെടാത്ത സുഖമാണ്. അതുകൊണ്ടാണ് സർവോത്തമ സുഖം ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് ആ സുഖത്തെ അല്ലെങ്കിൽ ആ സ്വരൂപത്തെ നമ്മൾ സാക്ഷാത്കരിക്കുക. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ചോദിച്ചേക്കാം, ഈ പറയുന്നതെല്ലാം ഈ കാലദേശങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ടല്ലേ, ഈ ജാഗ്രത അവസ്ഥയിൽ നിന്നുകൊണ്ടല്ലേ, ഈ പരിമിതമായിട്ടുള്ള മനസ്സ് ബുദ്ധി ഒക്കെ ഉപയോഗിച്ചല്ലേ പറയുന്നത്? തീർച്ചയായിട്ടും ഇതിൻ്റെ പരിമിതി കൂടി നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ പ്രശ്നം മൊത്തം കിടക്കുന്നത് ഈ ജാഗ്രത അവസ്ഥയിലാണ്, മറ്റൊരവസ്ഥയിലുമല്ല. സ്വപ്നവും ജാഗ്രത തന്നെയാണ്. അത് രണ്ടിൻ്റെയും
വിശകലനത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ രണ്ടും ജാഗ്രത തന്നെയാണ്. ഈ ജാഗ്രത അവസ്ഥയിലാണ് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കിടക്കുന്നത്. അതല്ലാതെ നമ്മളിവിടുന്ന് മരിച്ചു പോയിട്ട്, ഈ ശരീരം ഉപേക്ഷിച്ചു പോയിട്ട് ഉള്ള പ്രശ്നത്തെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ ഈ ശരീരമുള്ളപ്പോൾ ഉള്ള പ്രശ്നത്തിന് പരിഹാരം ഇവിടെ തന്നെയാണ് കാണേണ്ടത്. അത് വേറെ നാളെ ഒരു സ്ഥലത്ത് പറ്റില്ല. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് ഇവിടെയാണ് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധം. പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് കാലദേശങ്ങളുടെ അപ്പുറത്ത്, ഈ കാലത്തെയും ദേശത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യത്തെക്കുറിച്ചാണ്. അപ്പോൾ അപരിമിതമായിട്ടുള്ള ഒന്നിനെ പരിമിതമായിട്ടുള്ള മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട് നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവുണ്ട്. എങ്കിൽ പോലും നമ്മളുടെ ദൈനംദിന അനുഭവത്തെ വിശകലനം ചെയ്തുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അതിനെ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് ആ പരമ്പൊരുളിനെ, ആ പരമമായിട്ടുള്ള സത്യത്തെ നമുക്ക് തിരിച്ചറിയുവാനുള്ള വഴികൾ ധാരാളം മഹർഷിമാർ പറഞ്ഞു തന്നിട്ടുണ്ട്. തന്നെയുമല്ല, ഈ കാലദേശാധിവർത്തിയായ ആ സുഖത്തെ, ആ സത്യത്തെ, അതിൻ്റെ ഒരു ചെറിയ ഒരു സ്പർശമാണ് നമുക്ക് ഗാഠനിദ്രയിൽ നമ്മൾ അനുഭവിക്കുന്നത്. അത് നമ്മുടെ ഒരു അനുഭവമാണ്. അതായത് അവിടെ മനസ്സില്ല, മനസ്സിന് അങ്ങോട്ട് പ്രവേശനമില്ല. പക്ഷെ എങ്കിൽ പോലും അതിൻ്റെ ഒരു സുഖാനുഭൂതി, എത്ര വലിയ പണക്കാരനായാലും, എത്ര കഴിവുള്ളവനായാലും, മറ്റ് ഭൗതികമായിട്ടുള്ള എല്ലാം ഉണ്ടെങ്കിലും അവൻ എല്ലാം വിട്ട് ഈ ഗാഠമായിട്ടുള്ള നിദ്രയിലേക്ക് അവൻ പോകും. അത് എന്തുകൊണ്ടാണ്? ഭൗതികമായിട്ടുള്ള സുഖങ്ങളാണ് സത്യമെങ്കിൽ അവൻ എന്തിനു വേണ്ടി ഇതെല്ലാം വിട്ട് അവൻ ഉറങ്ങണം? ഭൗതികവാദിക്ക്, യുക്തിവാദിക്ക്, ആധുനിക സയൻസിന് അതിന് കൃത്യമായിട്ടുള്ള ഉത്തരവൊന്നുമില്ല. എന്നാൽ യോഗി അല്ലെങ്കിൽ ജ്ഞാനി, അവർക്കൊക്കെ ഈ ഭൗതികമായിട്ടുള്ള ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി ബോധപൂർവം അതിൽ നിന്നെല്ലാം മനസ്സിനെ മാറ്റി ഈ സുഖ സ്വരൂപത്തിൽ മാത്രം നിർത്തുവാനായിട്ട് സാധിക്കും. അവിടെയാണ് നിർവികൽപ്പ സമാധി എന്നൊക്കെ പറയും. ഈ മനസ്സിനെയും മറ്റ് ഇന്ദ്രിയങ്ങളുടെ മറ്റ് ആക്ടിവിറ്റീസിനെയൊക്കെ മാറ്റി നിർത്തും. ബോധപൂർവം അവർക്ക് മാറ്റി നിർത്തിയിട്ട് എത്രയോ ദിവസങ്ങൾ, മാസങ്ങൾ ഒക്കെ ആ ഒരു അവസ്ഥയിൽ ഈ ശരീരത്തിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ മൊത്തം നിർത്തി കാണിക്കുവാനും അവർക്ക് സാധിക്കും. ഹൃദയത്തിൻ്റെ ഇടിപ്പ് എല്ലാം. അപ്പോൾ അവരൊക്കെ അതിന് പ്രത്യേക രീതിയിൽ അങ്ങനെ ഒരു ധ്യാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയി അതൊരു പ്രത്യേക ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ ഇത്ര മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഈ വെളിയിലേക്ക് വന്നാൽ മതി എന്നൊരു ഇതെടുക്കുന്ന ആളുകളും യോഗികളുണ്ട്. അവർക്ക് സാധിക്കും. അവർ ആ ആനന്ദത്തിൽ അങ്ങനെ കഴിയുകയാണ്. കാരണം അവിടെ മനസ്സ്, എവിടെയാണോ മനസ്സ് പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നത്, അവിടെയാണ് അവൻ സുഖം അനുഭവിക്കുന്നത് എന്ന് നമ്മുടെ ഈ പരിമിതമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് പറയുകയാണ്. അത് ഞാൻ മറന്നുപോയിട്ടല്ല. അപ്പോൾ പരിമിതമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് കാലദേശങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന അനുഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ഈ പരമ്പൊരുളിനെ നമ്മൾ അനുഭവിക്കുന്നു, ഞാൻ ദർശിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. അത് ദ്വൈതത്തിലാണ്. ഇവിടെ ഗുരു പറയുന്ന, അല്ലെങ്കിൽ ഗുരു സാക്ഷാത്കരിച്ച ആ സുഖം എന്ന് പറയുന്നത് കാലദേശാധിവർത്തിയായ ഒന്നാണ്. ആ സുഖത്തിലേക്കാണ് നമ്മളെയും ഗുരു കൈപിടിച്ച് ഉയർത്തിയത്. അപ്പം അങ്ങനെയുള്ള
ആ സർവോത്തമ സുഖായ നമഃ, ആ പരമ ഗുരുവിനായിക്കൊണ്ട്, പൊരുളിനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു തലത്തിലേക്ക് എത്തിപ്പെടുവാനായിട്ട് ഉള്ള പരിശ്രമം വിടാതെ നമുക്ക് പിന്തുടരാം. നമ്മളുടെ മുൻവിധികളൊക്കെ നമ്മൾ മാറ്റിവെക്കുക. നമ്മളുടെ നിഷ്കളങ്കമായിട്ടുള്ള മനസ്സിനെ നമുക്ക് വീണ്ടും ഉണർത്താം, ആ മനസ്സിനെ ഉണർത്താം. അതിന് സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുള്ളത്. ബാക്കി നമുക്ക് നാളെ നോക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ.